എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന മൂവി ദുരന്തർ 2 അല്ലെങ്കിൽ ദുരന്തർ ദ റിവെഞ്ച് ആണ്. അപ്പം നമുക്ക് നേരിട്ട് കഥയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഗൈസ് ഈ വീഡിയോ എഡിറ്റിംഗ് പരിപാടിയൊക്കെ നടത്തുന്നത്. അപ്പം നിങ്ങൾ വീഡിയോക്ക് ഒന്ന് ലൈക്ക് അടിച്ച് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ചിത്രത്തിന്റെ തുടക്കത്തിൽ തന്നെ മനോഹരമായിട്ടുള്ള ഒരു ഫാമിലിനെയാണ് കാണിക്കുന്നത്. ഒരു അച്ഛനും അമ്മയും പിന്നെ 2 പെൺമക്കളും ഒരു മകനും. ഒരു ഫാമിലി ഫോട്ടോ എടുക്കാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊഞ്ചിക്കൊഴയുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു ഫാമിലി ഫോട്ടോയിൽ അറ്റൻഷനായിട്ട് നിൽക്കുന്ന ഈ കുട്ടപ്പനാണ് നമ്മുടെ ഹീറോ ജസ്കിരാജ് സിംഗ് റംഗി. അങ്ങനെ വർഷം 2000 അലഹബാദിലെ ചക്യ കോളനിയിലേക്ക് നമ്മുടെ ഹീറോ ജസ്കിരാജ് സിംഗ് റംഗിയും നമുക്ക് അവന്റെ ജെസ്സി എന്ന് വിളിക്കാട്ടോ. ജെസ്സിയും അവന്റെ ഫ്രണ്ടും കൂടെ പോകുന്നതാണ് കാണിക്കുന്നത്. അകത്തേക്ക് പോയാൽ ഒരു അക്ഷരം മിണ്ടരുതെന്ന് ജെസ്സിയുടെ ഫ്രണ്ട് അവരോട് പറയുന്നുണ്ട്. നഗരത്തിലെ പ്രധാന ഡ്രഗ് സപ്ലൈ നടക്കുന്ന സ്ഥലമാണത്. തുടർന്ന് അവർ ആതിഫ് അഹമ്മദിനെ കാണുകയാണ്. ഈ ആതിഫ് അഹമ്മദ് ഉത്തർപ്രദേശിലെ പ്രധാന ഗാങ്സ്റ്ററും പിന്നെ പൊളിറ്റീഷ്യനുമാണ്. ഹീറോയുടെ ഫ്രണ്ട് ആദ്യം തന്നെ അദ്ദേഹത്തെ ഒന്ന് വണങ്ങി സോപ്പിട്ട ശേഷം ഡ്രഗ്സിന്റെ വലിയൊരു ലിസ്റ്റ് തന്നെ കൊടുക്കുന്നുണ്ട്. നിനക്കെന്തിനാണ് ഇത്രയും ഡ്രഗ്സ് എന്ന് ആതിഫ് അഹമ്മദ് ചോദിച്ചപ്പോൾ ആർമി ബോർഡറിൽ ഒടുക്കത്തെ സെക്യൂരിറ്റി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് പഞ്ചാബിലേക്ക് ഒരു ഡ്രഗ്സും കയറുന്നില്ല എന്ന് ഹീറോയുടെ ഫ്രണ്ട് പറയാണ്. അപ്പോൾ അദ്ദേഹം ആണെങ്കിൽ ഇത്രയും ഡ്രഗ്സ് ഒന്നും ഇവിടെയില്ല, അടുത്ത മാസം 9 നേപ്പാൾ ബോർഡർ വഴി ഡ്രഗ്സ് എത്തുകയുള്ളൂ, ഇപ്പോൾ ഉള്ളതെടുത്ത് പോയിക്കോളൂ എന്ന് പറയാണ്. അപ്പോൾ ഹീറോനെ കണ്ടിട്ട് ഇവൻ ആരാണെന്ന് ഹീറോയുടെ ഫ്രണ്ടിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട് ആണെങ്കിൽ ഇവൻ എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ് ജസ്കിറാത്ത്, ഇപ്പോൾ മിലിറ്ററി ട്രെയിനിങ് എടുക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ആതിഫ് അഹമ്മദ് ആണെങ്കിൽ ഒരു പുച്ഛത്തോടെ നോക്കുകയാണ്. ഹീറോക്ക് 2 കൊടുക്കാൻ തോന്നുന്നുണ്ട്, പക്ഷെ അടക്കി പിടിച്ച് നിൽക്കുകയാണ്. തുടർന്ന് ഹീറോയുടെ ഫ്രണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ഒരു AK-47 ഗണ്ണും കൂടെ വാങ്ങുന്നുണ്ട്. അങ്ങനെ അവർ അവിടെ നിന്നും ട്രെയിൻ കയറി പത്താൻകോട്ടിലേക്ക് എത്തുവാണ്. തുടർന്ന് അവർ ഒരു കല്യാണം നടക്കുന്ന വീടിന്റെ മുമ്പിൽ എത്തി നിൽക്കുകയാണ്. തുടർന്ന് ഹീറോയുടെ ഫ്രണ്ട് ആണെങ്കിൽ നിനക്ക് ഈ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, നിന്നെ ഒരു മിലിറ്ററി യൂണിഫോമിൽ കാണാൻ ഞാൻ എത്ര ആഗ്രഹിച്ചെന്ന് നിനക്കറിയോ? അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ എനിക്ക് എന്റെ ഫാമിലിയാണ് വലുത്, നീ എന്റെ ജസ്ലീനെ കല്യാണം കഴിക്കൂലേ എന്ന് ചോദിക്കുവാണ്. ജസ്ലീൻ ഹീറോയുടെ സിസ്റ്ററാണ് കേട്ടോ. അങ്ങനെ അവർ അവിടെ നിന്ന് കെട്ടിപ്പിടിച്ച് കാരനോട് യാത്രയാവുകയാണ്. തുടർന്ന് അവൻ തനിക്ക് കിട്ടിയ തോക്കും എടുത്ത് ആ കല്യാണം നടക്കുന്ന വീട്ടിലേക്ക് കയറുകയാണ്. MLA സുഖ്വീന്ദർ സിംഗിന്റെ വീടാണത്. അവിടെയുള്ള എല്ലാവരോടും തന്റെ സിസ്റ്റർ എവിടെയാണ് നിങ്ങൾ ഒളിപ്പിച്ചതെന്ന് ചോദിച്ച് അലറി വിളിച്ച് കണ്ട എല്ലാവരെയും വെടിവെച്ച് കൊല്ലുന്നുണ്ട്. തുടർന്ന് അവന്റെ സിസ്റ്റർ പമ്പ് ഹൗസിലാണെന്ന് മനസ്സിലാക്കുകയും അവിടേക്ക് പോയിട്ട് കിഡ്നാപ്പ് ചെയ്ത തന്റെ സിസ്റ്ററെ ഹീറോ രക്ഷിക്കുന്നുണ്ട്. അവർ രണ്ടുപേരും അവിടെ നിന്ന് പൊട്ടിക്കരയുന്നത് നമുക്ക് കാണാം. അടുത്ത സീനിൽ ഒരു കോടതി കാണിക്കുകയാണ്. അവിടെ ഹീറോയുടെ ഭാഗം വക്കീല് ഗാങ്സ്റ്റർ ആയിരുന്ന MLA സുഖ്വീന്ദർ സിംഗ് ജസ്കിറാത്തിന്റെ അച്ഛനെ അവരുടെ ഫാമിലിയുടെ മുന്നിൽ വെച്ച് തന്നെ മരത്തിൽ കെട്ടിത്തൂക്കുകയാണ്. പിന്നെ ജസ്കിറാത്തിന് 2 സിസ്റ്റേഴ്സ് ഉണ്ട്, ഹർലീനും ജസ്ലീനും. ഇതിൽ ഹർലീനെ MLA സുഖ്വീന്ദറും അവരുടെ ഫാമിലിയിലെ 12 പേരും ചേർന്നിട്ട് ബലാത്സംഗം ചെയ്ത് കൊന്നുകളയുന്നുണ്ട്. തുടർന്ന് ജസ്ലീനെ കിഡ്നാപ്പ് ചെയ്യുകയും ചെയ്തു. ഇതൊക്കെ നടക്കുമ്പോൾ ജസ്കിറാത്ത് രാംഗറിലെ ആർമി ട്രെയിനിങ്ങിലായിരുന്നു. തന്റെ കക്ഷി നിരപരാധിയാണെന്നും MLAക്കെതിരെ നമ്മൾ ഒരുപാട് കേസിന് പോയിട്ടുണ്ടെങ്കിലും പൊളിറ്റിക്കൽ പ്രഷർ കാരണം പോലീസിന്റെ ഭാഗത്ത് നിന്നും ഒരു മറുപടിയും കിട്ടിയിട്ടില്ല എന്ന് പറയാണ്. ഹീറോയുടെ എതിർഭാഗം വക്കീലാണ് അവൻ MLA സുഖ്വീന്ദർ സിംഗിന്റെ ഫാമിലിയിലെ 12 പേരെയാണ് കൊന്നുകളഞ്ഞത്. അവരുടെ രക്ത പരമ്പര വരെ അവൻ തുടച്ചു കളഞ്ഞു. അങ്ങനെ ഹീറോക്ക് വധശിക്ഷ വിധിക്കപ്പെടുകയാണ്. അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഹീറോ ജസ്ലീനോട് നിന്റെ പഠിപ്പ് മുഴുവനായും തീർക്കണം, പിന്നെ ഇവന്റെ അച്ഛനെ പോലെ ഡ്രഗ് അഡിക്റ്റ് ആണെങ്കിൽ ഇവനെ കല്യാണം കഴിക്കണം. തുടർന്ന് ഹീറോന്റെ ഫ്രണ്ടിനോട് അമ്മയെ നല്ലോണം നോക്കണം, അമ്മയെ ഇങ്ങനെ കോടതിയായിട്ട് ബുദ്ധിമുട്ടിക്കരുത്. തുടർന്ന് അവൻ തന്റെ പെങ്ങളെ കരഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കുകയാണ്. അവസാനമായിട്ട് തന്റെ അമ്മയെയും കരഞ്ഞ് കെട്ടിപ്പിടിച്ച് അവനെ അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്. അങ്ങനെ വർഷം 2002 നമ്മുടെ ഹീറോയെ ജയിൽ മാറ്റം നടത്തുന്നതിനിടെ കുറച്ച് ആൾക്കാർ ചേർന്ന് പോലീസുകാരുടെ കയ്യിൽ നിന്നും കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. അവന്റെ മുഖമൂടി ഊരിയപ്പോൾ മുന്നിൽ അജയ് സിന്യാൽ സാറിയാണ് കാണുന്നത്. അജയ് സിന്യാൽ സാറി ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ ആണ്. അദ്ദേഹത്തെ കണ്ട് ആകെ ഞെട്ടിപ്പോയ ഹീറോയോട് അവരാണെങ്കിൽ നിനക്ക് എന്നെ മനസ്സിലായിട്ടുണ്ടാവല്ലോ, ഇവൻ സുശാന്ത് ബൻസിൽ എന്നോടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഹീറോ ആണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത് എന്ന് ചോദിക്കുവാണ്. തുടർന്ന് സുശാന്ത് ബൻസിൽ ആണെങ്കിൽ അവന്റോട് നിന്റെ അമ്മയുടെയും പെങ്ങളുടെയും കാര്യങ്ങളൊക്കെ ഇന്ത്യൻ ഗവൺമെന്റ് നോക്കിക്കോളും, പക്ഷെ നിന്റെ ജീവിതം നമ്മുടെ കയ്യിലാണുള്ളത്, നമ്മൾ പറയുന്നത് പോലെ കുറച്ച് കാര്യം നീ ചെയ്താൽ മതി. അപ്പോൾ ഹീറോ ആണെങ്കിൽ എന്റെ ഗ്രാൻഡ് ഫാദറും ആർമിയിലായിരുന്നു, എന്റെ രക്തത്തിൽ ദേശസ്നേഹമുണ്ട്, പക്ഷേ ഈ ദേശത്തിന് വേണ്ടി പോരാടിയ എന്റെ അച്ഛൻ എന്താണ് സംഭവിച്ചത്, എനിക്ക് എവിടെയാണ് നീതി കിട്ടിയത്, എന്നെ വിട്ടേക്ക് സാർ, ഞാൻ ഇനി ദൈവത്തിന് വേണ്ടി ജീവിച്ചോളാം. അപ്പോൾ അജയ് സിന്യാൽ സാർ ആണെങ്കിൽ ഒരു യഥാർത്ഥ പോരാളി യുദ്ധക്കളം വിട്ട് ഓടിപ്പോവുകയില്ല, അവൻ അവിടെ തുണ്ടമായി വീഴുന്നത് വരെ എല്ലാ ആണുങ്ങളും അവരുടെ ഫാമിലിക്കും അവകാശത്തിനും സ്വപ്നങ്ങൾക്കും വേണ്ടി പോരാടും, പക്ഷെ തിരിച്ചൊന്നും അവർക്ക് കിട്ടണമെന്നില്ല. ജസ്കിറാത്ത്, എനിക്ക് നിന്നെ വിശ്വാസമുണ്ട്, നിന്നെ കൊണ്ടേ ഇത് സാധിക്കും, നിന്നുള്ളിലെ ഇന്ധനം ആളി കത്തിക്കാൻ എനിക്കറിയാം, ഒരു മുറിവേറ്റ സിംഹം മരണത്തെ പേടിക്കുകയില്ല, ആ മുറിവ് അവനെ ശക്തമാകുകയുള്ളൂ. ഇതൊക്കെ പറഞ്ഞ് ഹീറോയെ മോട്ടിവേറ്റ് ചെയ്ത് തന്റെ മിഷനിലേക്ക് ഇറങ്ങാനായിട്ട് അവനെ കൺവിൻസ് ചെയ്യാണ്. അങ്ങനെ ഹീറോ അജയ് സിന്യാൽ സാറോട് താൻ മിഷനിലേക്ക് ചേരാൻ ഓക്കെ ആണെന്ന് പറയാണ്. അങ്ങനെ വർഷം 2004 നമ്മുടെ ഹീറോ അജയ് സിന്യാൽ സാറിന്റെ അണ്ടറിൽ ട്രെയിനിങ്ങിലാണ് ഇപ്പോൾ. അവസാനമായിട്ട് അവർ ഹീറോയുടെ മുന്നിൽ വെച്ച് ഹീറോയുടെ ഫാമിലിയെ വിളിച്ചിട്ട് നിങ്ങൾക്ക് കറക്റ്റ് ഗവൺമെന്റിന്റെ പൈസ കിട്ടാറില്ല എന്ന് ചോദിക്കുമ്പോൾ അവർ അതെ എന്ന് പറയുമ്പോഴാണ് ഹീറോക്ക് സമാധാനമായത്. തുടർന്ന് അജയ് സിന്യാൽ സാറ് കറാച്ചിയിൽ നിന്നെ പിക്ക് ചെയ്യാൻ ആൾക്കാരുണ്ടാകും, അവിടെ നിന്റെ നിഴലായി നിനക്ക് സഹായത്തിനായിട്ട് എപ്പോഴും ആൾക്കാരുണ്ടാകും, ചിലപ്പോൾ നിങ്ങൾ കണ്ടില്ല എന്ന് വരും, പിന്നെയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഷാർപ്പോട് ചെയ്യണം, നല്ല പേഷ്യൻസ് വേണം. തുടർന്ന് അവന്റെ പുതിയ പാസ്പോർട്ട് അജയ് സിന്യാൽ സാർ കൊടുക്കുകയാണ്. ഇതിലുള്ള പുതിയ പേരിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചപ്പോൾ
ഹംസ സിംഹമാണെന്ന് പറയാണ്. നീ ആയിരിക്കണം ആ കാട്ടിൽ ഡോമിനേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മുടെ ഹീറോ ജസ്കരാജ് സിംഗ് റിങ്കി ഹംസ അലി മസാരി ആയിട്ട് പാകിസ്ഥാനിലേക്ക് പോവാണ്. താൻ എന്തൊക്കെ ചെയ്യണം എന്ന സന്ദേശങ്ങൾ അവന് പല ഭാഗത്തു നിന്ന് ലഭിക്കുന്നുണ്ട്. അങ്ങനെ അവസാനമായിട്ട് തന്റെ അച്ഛനെയും അമ്മയും തന്റെ ഫാമിലി ഫോട്ടോയും നോക്കിയിട്ട് അവൻ കരഞ്ഞോണ്ട് അത് കത്തിച്ചളയുന്നുണ്ട്. തന്റെ ജീവിതത്തിൽ നടന്ന ഈ കാര്യങ്ങളൊക്കെ അവൻ കരഞ്ഞോണ്ട് ആലമിനോട് പറയുകയാണ്. ഈ ആലം ആരാണെന്ന് പറഞ്ഞാല് പാകിസ്ഥാനിലുള്ള ഹംസയെ പോലെയുള്ള വേറൊരു ഇന്ത്യൻ സ്പൈ ആണ്. റഹ്മാനെ വധിച്ച ശേഷം എന്റെ പേരിന് ഒരർത്ഥം വന്നതുപോലെ എനിക്ക് തോന്നി. തുടർന്ന് ഹംസ ആലമിനോട് നിങ്ങൾ എവിടുന്നാണ് വരുന്നത് ആലം ഭായ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആലമാണെങ്കിൽ ഞാൻ അതൊക്കെ ഒരു നാൾ എനിക്ക് സങ്കടം താങ്ങാനാവാതെ വരുമ്പോൾ നിന്നോട് പറയാം. ഗൈസ് ഇതുവരെ എന്താണ് നടന്നതെന്ന് വെച്ചാല് നമ്മുടെ ഹീറോ ഹംസ അവന്റെ കഥയൊക്കെ ആലം ഭായിനോട് പറഞ്ഞതാണ്. പിന്നെ ഗൈസ് ദുരന്തർ 1 മൂവിയുടെ തുടർച്ചയായിട്ടാണ് ഈ ദുരന്തർ 2 വരുന്നത്. അപ്പോൾ ദുരന്തർ 1 മൂവി നിങ്ങൾ എന്തായാലും കണ്ട ശേഷമാണ് ഇത് കാണേണ്ടത്. കാണാത്തവർക്കായിട്ട് ഞാൻ അതിന്റെ കഥ ഷോർട്ട് ആക്കി ഒന്ന് പറഞ്ഞുതരാം. 1999 ഡിസംബർ 24 ഭീകരവാദി ജഹൂർ മിസ്ട്രി ഇന്ത്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് ആയ IC-814 ഹൈജാക്ക് ചെയ്യാണ്. ഈ ഒരു സംഭവം അന്നത്തെ ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ അജയ് സന്യാൽ സാറിന് ഓപ്പറേഷൻ ദുരന്തർ എന്നൊരു പദ്ധതി തയ്യാറാക്കാനായിട്ട് പ്രഷർ കൊടുക്കുക. അങ്ങനെ വർഷം 2000 നമ്മുടെ ഹീറോ അവന്റെ ഫാമിലിയെ ഇല്ലാതാക്കിയ 12 പേരെയും വധിച്ച് ജയിലിൽ പോവാണ്. അങ്ങനെ വർഷം 2001 പാർലമെന്റ് അറ്റാക്ക് നടന്നു. ഇതോടുകൂടി മിഷൻ ദുരന്തർ എത്രയും പെട്ടെന്ന് നടത്താനായിട്ട് അജയ് സന്യാൽ സാറും ഇന്ത്യൻ ഗവൺമെന്റും തീരുമാനിക്കുകയാണ്. അങ്ങനെ വർഷം 2002 നമ്മുടെ ഹീറോയെ ജയിൽ മാറ്റം നടത്തുന്നതിനിടെ അവർ കിഡ്നാപ്പ് ചെയ്യുകയാണ്. അങ്ങനെ അജയ് സന്യാൽ സാറ് നമ്മുടെ ഹീറോയെ മിഷൻ ദുരന്തറിലേക്ക് റിക്രൂട്ട് ചെയ്യാണ്. വർഷം 2004 ഹീറോ ഹംസ അലി മസാരി എന്ന പുതിയ പേരിൽ പാകിസ്ഥാനിലെ ലയാരിയിലേക്ക് ഇന്ത്യൻ സ്പൈ ആയിട്ട് പോവാണ്. തുടർന്ന് അവൻ പ്ലാൻ ഇട്ട് അവിടുത്തെ ബലൂജികളുടെ നേതാവ് റഹ്മാൻ ബലൂജിന്റെ ഗാംഗിലേക്ക് കടക്കുകയാണ്. പിന്നീട് റഹ്മാന്റെ വിശ്വാസം കൈപ്പറ്റി റഹ്മാന്റെ വലം കൈയായി മാറുകയും തുടർന്ന് SP അസ്ലം ചൗധരിയും ഹംസയും കൂടെ ചേർന്നിട്ട് റഹ്മാനെ വധിച്ചളയുകയാണ്. ഇതൊക്കെയാണ് ഗൈസ് ഇതുവരെ നടന്നത്. അടുത്ത സീനിൽ കാണിക്കുന്നത് അജയ് സന്യാൽ സാറിന് ഒരു ലെറ്റർ വരുന്നതാണ്. ആ ലെറ്ററിനുള്ളിൽ മരിച്ചു കിടക്കുന്ന റഹ്മാന്റെ ഫോട്ടോ കാണാം. നാട്ടിലെ സ്ത്രീകളും കുട്ടികളും എല്ലാം അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നുണ്ട്. റഹ്മാൻ ബലൂജിന്റെ മരണം അർഷാദ് പപ്പുവും അദ്ദേഹത്തിന്റെ പത്താൻ ഗാങ്ങും ആഘോഷിക്കുകയാണ്. അദ്ദേഹത്തെ അടുത്ത ലയാരിയുടെ രാജാവായിട്ട് പ്രഖ്യാപിക്കുന്നു. തുടർന്ന് ഇക്ബാൽ SP കാണുകയാണ്. ഇക്ബാൽ ചാരസംഘടനയായ ISIയുടെ തലവനാണ്. അദ്ദേഹം SP-യോട് നീ എന്തിനാണ് റഹ്മാനെ കൊന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ SP ആണെങ്കിൽ ഞാൻ ബഡേ സാബിന് വേണ്ടി കൊന്നതാണ്. റഹ്മാന്റെ ബ്രദർ ഇൻ ലോയുടെ കയ്യിലുള്ള സ്ഥലം ബഡേ സാബിന്റെ ബ്രദർ തട്ടിയെടുക്കുകയാണ്. റഹ്മാൻ അത് തനിക്ക് തിരികെ വേണമെന്ന് പറഞ്ഞപ്പോൾ നീ ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ബഡേ സാബ് റഹ്മാനെ നാണം കെടുത്തുകയാണ്. തുടർന്ന് ബഡേ സാബ് കേൾക്കവേ റഹ്മാനെ ബഡേ സാബിന്റെ ബ്രദറെ വെടിവെച്ച് കൊല്ലുന്നു. താഴെ എന്താണ് ബഹളം എന്ന് SP ഇക്ബാലിനോട് ചോദിച്ചപ്പോൾ ജഹൂർ മിസ്ട്രിക്ക് കറാച്ചിയിൽ ഒരു ഷോപ്പ് വെക്കണം. ആ സ്ഥലമാണെങ്കിൽ താഴെയുള്ള 2 പേരെ ചൂണ്ടിക്കാണിച്ചിട്ട് അവരുടെ പേരിലാണെന്ന് പറയാണ്. നമ്മൾ ആ സ്ഥലം നമുക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ അവനാണെങ്കിൽ അവന്റെ കുടുംബ സ്വത്താണ് തരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അവസാനം നമ്മൾ അവന്റെ പേരിൽ ഒരു കള്ളക്കഥ കെട്ടിച്ചമച്ചു. തുടർന്ന് ഇക്ബാലിന്റെ നിർദ്ദേശപ്രകാരം താഴെയുള്ള കലാപകാരികൾ ആ 2 പേരെയും കൊന്നുകളയുന്നു. തുടർന്ന് ഇക്ബാൽ ആണെങ്കിൽ SP-നോട് നീ ചെയ്തതൊക്കെ കൊള്ളാം, ഇനി എന്റെ അനുവാദം ഇല്ലാതെ ഈ ലിയാരിലൊന്നും നടക്കാൻ പാടില്ല എന്നും പറഞ്ഞ് ഇക്ബാൽ SP-യെ ഭീഷണിപ്പെടുത്തിയിട്ട് അവിടെ നിന്നും പോവാണ്. അടുത്ത സീനിൽ റഹ്മാൻ മരിച്ചുകൊണ്ട് സമനില തെറ്റിയ ഉസൈറിനെ കാണാം. ഉസൈർ റഹ്മാന്റെ ഏറ്റവും വിശ്വസ്തനായ വലങ്കയാണ്. ഹംസ ഉസൈറിനെ സമാധാനപ്പെടുത്തുകയാണ്. നമ്മുടെ ബലൂജികളുടെ നേതാവിനെ വധിച്ചവന്റെ തല ഈ ജനങ്ങൾക്ക് വേണം, എല്ലാവരും നിന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഉസൈർ ആണെങ്കിൽ എനിക്ക് SP-യുടെ തല വേണമെന്ന് പറഞ്ഞപ്പോൾ ഹംസ ആണെങ്കിൽ SP-ക്ക് ഇത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് പറയാണ്. അപ്പോൾ അങ്ങോട്ടേക്കാണെങ്കിൽ റിസ്വാൻ വരുവാണ്. റിസ്വാൻ പാകിസ്ഥാനിലുള്ള ഇന്ത്യൻ ഏജന്റ് ആണ്. റിസ്വാൻ ആണെങ്കിൽ ഉസൈറിനോട് അർഷാദ് പാപ്പുവും SP-യും റഹ്മാനെ വധിക്കാനായിട്ട് ഫോണിൽ സംസാരിക്കുന്നത് താൻ കേട്ടിട്ടുണ്ടെന്ന് പറയാണ്. തുടർന്ന് ഉസൈർ റിസ്വാനെ തന്റെ ഗാംഗിലേക്ക് ചേർക്കുന്നു. അങ്ങനെ ഹംസ പ്ലാൻ ചെയ്ത പ്രകാരം അർഷാദ് പപ്പുവിനെ വധിക്കാനായിട്ട് ഉസൈറിനോട് പറയാണ്. അടുത്തായിട്ട് കാണിക്കുന്നത് ലിയാരിയിൽ ഒരു ഗാങ് വാർ നടക്കുകയാണ്. ഉസൈറിന്റെ ബലൂജ് ഗാങ്ങും അർഷാദ് പപ്പുവിന്റെ പത്താൻ ഗാങ്ങും തമ്മിലാണ് വാർ. ഹംസയും ഉസൈറും തന്റെ കൂട്ടാളികളും ചേർന്നിട്ട് ലിയാരിയിലെ പത്താൻ ഗാങ്ങുകാരെ ആകെ കത്തിച്ചു കളയുന്നുണ്ട്. മറുവശത്ത് ഓപ്പറേഷൻ ലിയാരി നടക്കുകയാണ്. അതാണെങ്കിൽ SP അസ്ലം ചൗധരിയുടെ ലിയാരി ടാസ്ക് ഫോഴ്സും അർഷാദ് പപ്പുവിന്റെ പത്താൻ ഗാങ്ങും തമ്മിലായിരുന്നു. തുടർന്ന് ജമീൽ ജമാരി SP അസ്ലം ചൗധരിയെ വിളിച്ചിട്ട് പത്താൻ ഗാങ്ങുകാരെ ഒന്നിനെ പോലും വിടരുത്, ഹംസയും അവന്റെ ഗാങ്ങും ഇല്ലേ അവിടെ പത്താൻ ഗാങ്ങുകാർക്കെതിരെ, ഇനി അർഷാദ് പപ്പു ഏത് മാളത്തിൽ ഒളിച്ചിരുന്നാലും പിടിച്ചോണം, അവന്റെ നാട് കടക്കാൻ സമ്മതിക്കും. എന്നിട്ടാണെങ്കിൽ ജമീൽ ജമാരി അർഷാദ് പപ്പുവിനെ വിളിച്ചിട്ട് നീ എവിടെയാണുള്ളത്, നിന്റെ മരുമോനും ഉസൈറും അവന്റെ ഗാങ്ങും ചേർന്നിട്ട് ഈ ലിയാരി ആകെ കത്തിച്ചളയാണ്, എല്ലാത്തിനെയും ഞാൻ കൊന്നാളി. അപ്പോൾ ജമീൽ ആണെങ്കിൽ അർഷാദ് പപ്പുവിനോട് നീ ഞാൻ പറയുന്നത് കേൾക്ക്, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോയിക്കോളൂ, നിനക്ക് ഈ ലിയാരി കടക്കാനുള്ള എല്ലാ അറേഞ്ച്മെന്റും ഞാൻ ചെയ്തുതരാം. അർഷാദ് പപ്പു ആണെങ്കിൽ തുടർന്ന് ഒന്നും പറയാതെ ഫോൺ ആട്ടുകയാണ്. അടുത്ത സീനിൽ അർഷാദ് പപ്പുവിനെ കണ്ടുപിടിക്കാൻ പറ്റാത്തതിൽ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിരിക്കുന്ന ഉസൈറിനെ കാണാം. അപ്പോൾ ഹംസ ആണെങ്കിൽ അവന്റെ ലിയാരി മുഴുവനും നീ തീ വെക്കണം, അപ്പോൾ തീ ആളി കത്തുമ്പോൾ അവൻ ഏത് മാളത്തിൽ നിന്നും ഇറങ്ങിയോടും. തുടർന്ന് ഹംസയും റിസ്വാനും ഉസൈറും ചേർന്നിട്ട് ലിയാരി ആകെ കത്തിക്കുകയാണ്. ഇതൊക്കെ കണ്ട് ടെൻഷനായ അർഷാദ് പപ്പു ജമീലിനെ വിളിച്ചിട്ട് അവർ എന്റെ എല്ലാ ഷോപ്പും നശിപ്പിച്ചു, എന്റെ എല്ലാ ആൾക്കാരെയും കൊന്നുകൊള്ളു, ഇനി എപ്പം വേണമെങ്കിലും എന്നെയും കൊല്ലാം. ആ SP ആണെങ്കിൽ എല്ലാ റോഡും ബ്ലോക്ക് ചെയ്തു. അപ്പോൾ ജമീൽ ആണെങ്കിൽ നീ ടെൻഷൻ അടിക്കണ്ട, നീ എന്റെ മിൽക്ക് ഫാക്ടറിയിലേക്ക് വാ, അവിടെ നിനക്ക് ഞാൻ ലിയാരി കടക്കാനുള്ള എല്ലാ സൗകര്യവും ഒരുക്കി തരാം. അങ്ങനെ ജമീലും ഹംസയും SP-യും ചേർത്ത് വെച്ച കെണിയിലേക്ക് അർഷാദ് പപ്പു വന്ന് വീഴുകയാണ്. താൻ കെണിയിൽപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ അർഷാദ് പപ്പു ആണെങ്കിൽ അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഉസൈർ ആണെങ്കിൽ തന്റെ റഹ്മാനെ കൊന്ന ദേഷ്യത്തിൽ അർഷാദ് പപ്പുവിനെയും കൂടെയുള്ളവനെയും കൊന്നു കളയുന്നുണ്ട്. അടുത്ത ദിവസമാണെങ്കിൽ പാതി മരിച്ച അർഷാദ് പപ്പുവിന്റെ ശരീരം ജീപ്പിന് മുന്നിൽ കെട്ടിയിട്ട് ഹംസയും
ഉസൈറും ജനങ്ങളുടെ ഇടയ്ക്ക് പോവാണ്. ജനങ്ങളുടെ മുന്നിൽ വെച്ച് ഉസൈർ അർഷാദ് പപ്പുവിന്റെ തല വെട്ടിയിട്ട് അവന്റെ തല ഫുട്ബോൾ തട്ടണ പോലെ തട്ടി എന്റെ റഹ്മാനെ കൊന്നവനെ ഞാൻ ജീവനോട് വിടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അലറി വിളിക്കുന്ന കാണാം. ഇതൊക്കെ ഹംസ വീഡിയോ എടുക്കുന്ന കാണാം. അടുത്ത സീനിലാണ് വീഡിയോ. അപ്പോഴുള്ള പാകിസ്ഥാൻ പ്രസിഡന്റ് സർവാരി സാബും എസ്പിയും ഇക്ബാലും ചേർന്നിരുന്ന് കാണുന്നത് കാണാം. അവിടേക്ക് എത്തിയ ജമീലിനോട് അദ്ദേഹം ചൂടായിട്ട്, നിങ്ങൾ അവിടുത്തെ MLA അല്ലേ, നിങ്ങൾക്ക് ലിയാരയുടെ മുകളിൽ ഒരു കൺട്രോളും ഇല്ലേ? ഒരുത്തനാണെങ്കിൽ ടൗണിൽ വെച്ച് ജനങ്ങളുടെ മുന്നിൽ വെച്ച് ഒരുത്തന്റെ തലയോർത്ത് ഫുട്ബോൾ കളിക്കും. തുടർന്ന് എസ്പിയോട് ആണെങ്കിൽ നിനക്ക് ലിയാരി ടാസ്ക് ഫോഴ്സ് ഇല്ലേ, നിനക്കൊന്നും ചെയ്തുകൂടേനോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ എന്ത് സമാധാനമാണ് ജനങ്ങളോട് പറയണ്ടേ, മീഡിയയുടെ അറ്റൻഷൻ മുഴുവനായിട്ട് ഇങ്ങോട്ടാണെന്ന് പറഞ്ഞപ്പോൾ ഇക്ബാൽ ആണെങ്കിൽ നമുക്ക് മീഡിയയുടെ അറ്റൻഷൻ എങ്ങനെയെങ്കിലും മാറ്റണമെന്ന് പറയാണ്. അപ്പോൾ എസ്പി ആണെങ്കിൽ ഞാൻ കുറച്ച് ബലൂച്ച് ബോയ്സിനെ തീവ്രവാദികളാണെന്ന് പറഞ്ഞു കൊന്നോളാമെന്ന് പറയാം. അപ്പോൾ പാകിസ്ഥാൻ പ്രസിഡന്റ് ആണെങ്കിൽ അത് നല്ലൊരു ഐഡിയ ആണെന്ന് പറയാണ്. തുടർന്ന് അദ്ദേഹം റഹ്മാന്റെ കക്ഷിയായ PICയുമായിട്ടുള്ള നമ്മുടെ PAPയുടെ ബന്ധം മുറിക്കണമെന്ന് പറയാം. അതിനായിട്ട് ആദ്യം PIC ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആണെന്ന് പറയണം. ഇതൊക്കെ കേട്ട് ഇക്ബാൽ ആണെങ്കിൽ ഉസൈർ വെറുതെ ഇരിക്കില്ല എന്ന് പറയാണ്. അപ്പോൾ ജമീൽ ആണെങ്കിൽ ഉസൈറിനെ ജയിലിൽ അടച്ചാൽ പോരെ എന്ന് പറയാം. അങ്ങനെ അടുത്ത സീനിൽ ഉസൈറിന് ATI അറസ്റ്റ് വാറണ്ട് വന്നതായിട്ട് കാണാം. ആകെ സമനില തെറ്റിയ ഉസൈർ ആണെങ്കിൽ തന്നെ അറസ്റ്റ് ചെയ്യാൻ ആർക്കാണ് ധൈര്യം, എല്ലാത്തിനെയും താൻ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് പോകുമ്പോഴാണെങ്കിൽ ഹംസ, ഇത് നീ വിചാരിച്ച പോലെ നമ്മുടെ ഗ്യാങ് ഫൈറ്റ് ഒന്നല്ല, ഇത് ATI വാറന്റ് ആണ്, അവർ നിന്നെ കണ്ട ഉടനെ കൊന്നാളി, ഞാൻ നിനക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, നീ എത്രയും ഇവിടുന്ന് രക്ഷ. അപ്പോൾ അവനാണെങ്കിൽ എനിക്ക് SPയെ കൊല്ലണമെന്ന് പറഞ്ഞപ്പോൾ ഹംസ, നിനക്ക് SPയെ കൊല്ലണമെങ്കിൽ ആദ്യം നിനക്ക് ജീവൻ വേണം, നിന്റെ ബുദ്ധി ഉപയോഗിക്കും, നീ പേടിക്കണ്ട, നിന്റെ കൂടെ ഞാനുണ്ട്, നമ്മൾ റഹ്മാൻ ബലൂജിന് വേണ്ടി പ്രതികാരം നടത്തും, ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അവനെ കെട്ടിപ്പിടിക്കുകയാണ്. ഈ സമയത്ത് ഹംസയും ജമീൽ ജമാരിയും എന്തോ പ്ലാൻ ചെയ്തായിട്ട് നമുക്ക് കാണാൻ പറ്റും. അടുത്ത സീനിൽ ഗുൽഷാൻ മെഡിക്കൽ സെന്ററിലെ കുറച്ച് ഇന്നസെന്റ് ആയ മെഡിക്കൽ സ്റ്റുഡൻസിനെ SPയുടെ ലിയാരി ടാസ്ക് ഫോഴ്സ് ചേർന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് നമുക്ക് കാണാൻ പറ്റും. ഈ കുട്ടികളൊക്കെ റഹ്മാനുമായിട്ടും ഷിറാനിയായിട്ടും ഭയങ്കര അടുപ്പമുള്ള കുട്ടികളായിരുന്നു. തങ്ങളൊന്നും ചെയ്തില്ല, തങ്ങളെ വെറുതെ വിടണമെന്ന് പറഞ്ഞവർ കരയുന്നുണ്ട്. അങ്ങനെ എയർപോർട്ടിൽ ഹംസ ഉസൈറിനെ യാത്ര അയക്കുകയാണ്. തുറന്നവൻ ആരോ ഫോൺ വിളിച്ചിട്ട് സംസാരിക്കുന്നു. ഹംസയാണെങ്കിൽ ഉസൈർ ഇറാനിയൻ പാസ്പോർട്ടാണ് ഉപയോഗിച്ചത്, 2.5 മണിക്കൂറാണ് അവൻ ദുബായിലെത്തും എന്ന് പറയാണ്. അങ്ങനെ താൻ പിടിച്ചുകൊണ്ടുവന്ന കുട്ടികളെ SP കൊല്ലാനായിട്ട് തീരുമാനിക്കുകയാണ്. അവരാണെങ്കിൽ തങ്ങൾ ഒരു തെറ്റും ചെയ്തില്ല, തങ്ങൾ നിഷ്കളങ്കരാണെന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. അപ്പോൾ SP ആണെങ്കിൽ, നിങ്ങൾ ബലൂജികൾ പാകിസ്ഥാനിലെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരുപാടായില്ലേ പോരാടുന്നേ, പിന്നെ നിങ്ങളുടെ കറുത്ത ആത്മാക്കൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് ആ പാവം കുട്ടികളൊക്കെ ഒരു കരുണയും കൂടാതെ വെടിവെച്ച് കൊല്ലുവാണ്. തുടർന്ന് ഉസൈറിനെ എയർപോർട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. തന്റെ കൂടപ്പിറപ്പുകളെ SP ഇല്ലാതാക്കിയ കാര്യം ഷിറാനി അറിയുന്നുണ്ട്. അങ്ങനെ റഹ്മാൻ ഇല്ല, ഉസൈർ ഇല്ല, ഹംസ ലിയാരിയുടെ രാജാവായിട്ട് മാറുകയാണ്. അടുത്ത സീനിലാണെങ്കിൽ SP അസ്ലം ചൗധരിക്ക് അദ്ദേഹത്തിന്റെ ലിയാരി ടാസ്ക് ഫോഴ്സ് നടത്തിയതിന്റെ പേരിൽ അവാർഡ് കിട്ടുന്നതായിട്ട് കാണാൻ പറ്റും. ഇതൊക്കെ കണ്ട് ജമീൽ ആണെങ്കിൽ അവൻ കുട്ടികളെ കൊന്നില്ലേ എന്ന് പറയാണ്. ഇത് കേട്ട ഹംസ ആണെങ്കിൽ, ഇത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം, നിങ്ങൾ എന്തെന്നോട് പറയാണ്ട് നിന്നേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജമീൽ ആണെങ്കിൽ, എനിക്ക് പാകിസ്ഥാൻ പ്രസിഡന്റിനെ തടയാൻ പറ്റുമോ, SPയെ തടയാൻ പറ്റുമോ, PAP പാർട്ടിയെ തടയാൻ പറ്റുമോ, ഇവരൊക്കെയാണ് ഈ പാകിസ്ഥാൻ ഭരിക്കുന്നത്. അപ്പോൾ ഹംസ ആണെങ്കിൽ, പാകിസ്ഥാൻ ഭരിക്കണമെങ്കിൽ അവൻ കറാച്ചി ഭരിക്കണം, കറാച്ചി ഭരിക്കണമെങ്കിൽ അവൻ ലിയാരിയുടെ രാജാവാകണം. തുടർന്ന് അവൻ PAP പാർട്ടിയുടെ എതിർ പാർട്ടി ഏതാണെന്ന് അവരോട് ചോദിക്കുകയാണ്. അപ്പോൾ ജമീൽ ആണെങ്കിൽ നവാബ് ഷഫീഖിന്റെ മുസ്ലിം മൂവ്മെന്റ് പാർട്ടിയാണെന്ന് പറയാണ്. തുടർന്ന് ഹംസ ആണെങ്കിൽ ജമീലിനോടും ഖനാനിയോടും താനും തന്റെ ലിയാരിയും MMP പാർട്ടിയിലേക്ക് മാറുകയാണെന്ന് പറയാണ്. ഇതിനെ എതിർത്ത ജമീലിനോട് ഇപ്പോഴത്തെ പ്രസിഡന്റിനെയും അവന്റെ PAP പാർട്ടിയെയും ജനങ്ങൾക്ക് എന്നേ മടുത്തു കഴിഞ്ഞു, അവരുടെ അക്രമവും അഴിമതിയും കാരണം ജനങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ കഴിയുന്നു. അങ്ങനെ അവൻ PAP പാർട്ടിക്ക് എതിരായിട്ട് MMP പാർട്ടിയിലേക്ക് ചേരാൻ തീരുമാനിക്കുകയാണ്. ഖനാനിയോട് അതിനുള്ള ഫണ്ട് തയ്യാറാക്കാനായിട്ട് പറയുന്നുണ്ട്. അടുത്ത സീനിൽ തന്നെ അവർ MMP പാർട്ടിയുടെ നേതാവ് നവാബ് ഷഫീഖിനെ കാണാനായിട്ട് പോവാണ്. ഹംസയുടെ സംസാരത്തിലാകെ വീണുപോയ നവാബ് ഷഫീഖ് അവനോട് കൈ കൊടുക്കുക. അങ്ങനെ ലിയാരിയാകെ ഹംസയും അവന്റെ MMP പാർട്ടിയും ഒടികുത്തുകയാണ്. ലിയാരിയിലെ ജനങ്ങൾ വളരെ സന്തോഷത്തോടെ ആരവത്തോടെയും ഹംസയും അവന്റെ MMP പാർട്ടിയെയും സ്വീകരിക്കുന്നു. തുടർന്ന് ഹംസ ഷിറാനിയെ കാണാൻ പോവുകയാണ്. ഷിറാനി ആണെങ്കിൽ ഹംസയോട്, നിനക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും അപ്പോഴെന്നോട് ഒരു വാക്ക് പറഞ്ഞാൽ മതി, റഹ്മാൻ പോയി, ഉസൈർ ഇപ്പോഴില്ല, നീ ആയിരിക്കും ഇനി ഷേർ ഈ ബലൂച്ച്. തുടർന്ന് പ്രഗ്നന്റ് ആയിരിക്കുന്ന ഹംസയുടെ ഭാര്യ എലീനയെ കാണിക്കുന്നുണ്ട്. അങ്ങനെ എലീനയും ഹംസയും കൂടെ അവരുടെ പുതിയ വീട്ടിലേക്ക് മാറുകയാണ്. എലീന വളരെയേറെ സന്തോഷിക്കുന്നു. അങ്ങനെ എലീന ഒരു ആൺകുട്ടിക്ക് ജന്മം കൊടുക്കുന്നതായിട്ട് കാണാം. അങ്ങനെ ഹംസ ലിയാരിയുള്ള ജനങ്ങളുടെ സ്നേഹമെല്ലാം ഏറ്റെടുത്ത് ലിയാരിയുടെ രാജാവായിട്ട് മാറുകയാണ്. അടുത്ത സീനിൽ ഹംസയും നവാബ് ഷഫീഖും ജമീലും ചേർന്നിട്ട് പാർട്ടി സമ്മേളനം നടത്തുകയാണ്. പാർട്ടിയിൽ വെച്ചിട്ടാണെങ്കിൽ നമ്മൾ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറണം, ഇപ്പോഴത്തെ പ്രസിഡന്റിന്റെ അഴിമതിയും ആക്രമണവും എല്ലാം നമ്മൾ ഒരുമിച്ച് തടയണം എന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളോടെല്ലാം കൈകോർക്കാനായിട്ട് നവാബ് ഷഫീഖ് പറയുകയാണ്. ഇതൊക്കെ വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും ആലമും അജയ് സിൻഹൽ സാറും കാണുന്നുണ്ട്. SP ആണെങ്കിൽ വളരെ സംശയത്തോടെയാണ് ഈ കാര്യങ്ങളൊക്കെ നോക്കി കാണുന്നത്. തുടർന്ന് ഇക്ബാൽ ആണെങ്കിൽ അവന്റെ മകളെ കാണാനായിട്ട് വരുന്നത് കാണാം. അപ്പോൾ അദ്ദേഹത്തിന്റെ അച്ഛനാണെങ്കിൽ, നീ എന്തിനു കൊള്ളും, നിന്നെ കൊണ്ട് എന്ത് ഉപകാരമാണുള്ളത്, 1971 ബംഗ്ലാദേശ് വാറിൽ ഞാൻ 1000-ഓളം പെണ്ണുങ്ങളെ റേപ്പ് ചെയ്തിട്ടുണ്ട്, എന്റെ രക്തമായിരിക്കും ഇപ്പോൾ ബംഗ്ലാദേശ് മുഴുവൻ, അതിലൊന്നിനെ ഞാൻ എടുത്ത് വളർത്തിയിരുന്നെങ്കിൽ നിന്നേക്കാൾ ഉപകാരമുള്ള ഒരു കുട്ടി എനിക്ക് കിട്ടുമായിരുന്നു. ഇതൊക്കെ കേട്ട് ക്ഷമയോടെ ഒന്നും അനങ്ങാതെ ഇക്ബാൽ ഇരിക്കുന്നുണ്ട്. പിന്നീടാണെങ്കിൽ ഹംസയ്ക്ക് ഷിറാനിയും ബലൂജുകളും വലിയൊരു സ്വീകരണം തന്നെ കൊടുക്കുന്നുണ്ട്. ആ ആഘോഷവേളയിൽ വെച്ച് ഹംസയ്ക്ക് ഷേർ ഇ ബലൂജ് എന്ന തോക്ക് ഷിറാനി കൈമാറുകയാണ്. അങ്ങനെ ഹംസ അവിടെ വെച്ച് ഒഫീഷ്യലായിട്ട് ബലൂജുകളുടെ നേതാവായിട്ട് മാറുകയാണ്. തുടർന്ന് ഇക്ബാൽ വിളിച്ച പ്രകാരം ഹംസ ഇക്ബാലിന്റെ അടുക്കലേക്ക് പോവുകയാണ്. ഇക്ബാൽ ആണെങ്കിൽ ഹംസയും കൂട്ടിയിട്ട് തന്നെക്കാൾ തലപ്പത്തിരിക്കുന്ന ISIയുടെ ഏറ്റവും മുന്തിയ നേതാവിന്റെ അടുക്കലേക്ക് കൊണ്ടുപോവുകയാണ്. അത് മറ്റാരുമല്ല ബഡേ സാബ് എന്നറിയപ്പെടുന്ന
അറിയപ്പെടുന്ന ദാവൂദ് ഇബ്രാഹിം ആയിരുന്നു. ഈ ദാവൂദ് ഇബ്രാഹിം UNSC വാണ്ടഡ് ടെററിസ്റ്റ് 1993 ബോംബെ ബ്ലാസ്റ്റിന് നേതൃത്വം കൊടുത്ത തീവ്രവാദിയായിരുന്നു. ഹംസ അവരെ കണ്ട് ആകെ അന്തം വിട്ടു നിൽക്കുവാണ്. അദ്ദേഹമാണെങ്കിൽ കാശ്മീരിലെ മിഷൻ കണ്ടിന്യൂ ചെയ്യണം. ഇപ്പൊ UP-യിൽ ഇലക്ഷൻ ആണ് വരുന്നത്. 11,000 കോടി കള്ളപ്പണം ഇന്ത്യയിലേക്ക് അടിച്ചിറക്കണം. അപ്പോൾ ഖനാനിയാണെങ്കിൽ ഞാൻ ആതിഫ് അഹമ്മദിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ടെന്ന് പറയാണ്. ബഡേ സാബ് ആണെങ്കിൽ 60,000 കോടി കള്ളപ്പണം കൂടെ ഇന്ത്യയിലേക്ക് അടിച്ചിറക്കാൻ പറയാണ്. ഇത് കേട്ട് അവരെല്ലാവരും ഞെട്ടിപ്പോകുന്നുണ്ട്. തുടർന്ന് അദ്ദേഹം ഹംസയെ അടുത്തേക്ക് വിളിച്ചിട്ട് ഇന്ത്യയിലേക്ക് ഡ്രഗ് സപ്ലൈ നടത്താനായിട്ട് പറയാണ്. അതായത് ഇന്ത്യയിൽ നിന്നും അദ്ദേഹത്തിന്റെ ആൾക്കാർ പാകിസ്ഥാനിലേക്ക് പോവുകയും അവിടെ നിന്ന് ചീപ്പായിട്ട് ഡ്രഗ്സ് വാങ്ങിയിട്ട് അത് ഇന്ത്യയിലെ വലിയ റേറ്റിന് വിൽക്കുകയും കിട്ടുന്ന പ്രോഫിറ്റ് കൊണ്ട് റഷ്യയിൽ നിന്നും ആയുധങ്ങളൊക്കെ വാങ്ങിയിട്ട് അത് ഇന്ത്യക്കെതിരെ ആക്രമണം അഴിച്ചുവിടാനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യും. അപ്പോൾ ഹംസ താൻ ഡ്രഗ് ഡീലിംഗ് നടത്തില്ല എന്ന് പറഞ്ഞപ്പോൾ തുടർന്നുള്ള അദ്ദേഹത്തിന്റെ സംസാരം കാരണം ഹംസ അതിന് തയ്യാറാവുകയാണ്. ഈ സമയത്തൊക്കെ ദാവൂദ് ഇബ്രാഹിമിന്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമായിട്ട് നമുക്ക് കാണാൻ പറ്റും. തുടർന്ന് ഹംസ ആണെങ്കിൽ നടന്ന കാര്യങ്ങളൊക്കെ ആലമിനോട് പറയുന്നുണ്ട്. തനിക്ക് ഡൈമീഥൈൽ മെർക്കുറി വേണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ആലം താൻ സെറ്റാക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ ന്യൂസിലാണെങ്കിൽ ഇന്ത്യയിൽ കാശ്മീരിലെ ഉറി സെക്ടറിലെ ആർമി ഹെഡ്ക്വാർട്ടേഴ്സിനെതിരെ ആക്രമണം നടന്നതായിട്ട് പറയുന്നുണ്ട്. അതിൽ 17 സോൾജേഴ്സ് വീരമൃത്യു വരിച്ചതായിട്ട് ന്യൂസിൽ പറയുന്നു. അങ്ങനെ ദാവൂദുമായിട്ടുള്ള ഡീൽ ഏറ്റെടുത്ത പ്രകാരം ഹംസ അടുത്ത ദിവസം തന്നെ ഇന്ത്യയിൽ നിന്നുള്ള അവരുടെ ഏജൻസിനെ സ്വീകരിക്കാനായിട്ട് എയർപോർട്ടിലേക്ക് പോവുകയാണ്. അവിടെ ഡ്രഗ്സ് വാങ്ങാനായിട്ട് എത്തിയത് തന്റെ കുട്ടിക്കാല സുഹൃത്തായ തന്റെ പെങ്ങളുടെ ഭർത്താവായ പിണ്ടയായിരുന്നു. പക്ഷെ രണ്ടുപേരും പരസ്പരം അറിയാത്തതുപോലെ പരിചയപ്പെടുകയാണ്. കാറിൽ വെച്ചാണെങ്കിൽ പിണ്ട ഖനാനിക്ക് വലിയൊരു ലിസ്റ്റ് കൊടുക്കുന്നുണ്ട് ഡ്രഗ്സിന്റെ. അപ്പോൾ ഖനാനിയാണെങ്കിൽ നീ ഇന്ത്യക്കാരെ മുഴുവനും ഡ്രഗ്സിന്റെ അടിമയാക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഇത് പഞ്ചാബിലെ ഒരു ഡിസ്ട്രിക്റ്റിലേക്ക് ആവശ്യമുള്ള ഡ്രഗ്സ് പോലും ഇല്ല എന്ന് അവൻ ചിരിച്ചുകൊണ്ട് പറയാണ്. ഇത് കേട്ട് ഹംസക്ക് തീരെ സഹിക്കുന്നില്ല. അങ്ങനെ ഡ്രഗ്സ് കൈമാറാനായിട്ട് അവരെത്തിയപ്പോൾ അവിടേക്ക് സഹൂർ മിസ്ട്രി വരികയാണ്. ഹംസയാണെങ്കിൽ ആദ്യമായിട്ട് സഹൂർ മിസ്ട്രിയെ കാണുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഓർമ്മിക്കുന്നു. ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്ത സമയത്ത് സഹൂർ മിസ്ട്രി ആണെങ്കിൽ ഞാൻ നിന്റെ ബോർഡറിന്റെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്, നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നതൊക്കെ ചെയ്യ് എന്ന് പറഞ്ഞ അവൻ വെല്ലുവിളിച്ച കാര്യങ്ങൾ ഹംസ ഓർക്കുകയാണ്. ഹംസ ആണെങ്കിൽ തന്നെ കൊല്ലുവട എന്ന രീതിക്ക് സഹൂർ മിസ്ട്രിക്ക് കൈ കൊടുക്കുന്നുണ്ട്. പിന്നീട് പിണ്ടയാണെങ്കിൽ അവിടെ വെച്ച് ഡ്രഗ്സിന്റെ ക്വാളിറ്റി ടെസ്റ്റ് നടത്തുവാണ്. ഇത്രയും കിലോ കണക്കിന് ഡ്രഗ്സ് എങ്ങനെയാണ് ബോർഡർ കടത്തുക എന്ന് ഹംസ പിണ്ടയോട് ചോദിച്ചപ്പോൾ എത്ര കാലമായി നമ്മൾ ഇത് ചെയ്യുന്നു, നേപ്പാളിലും ബംഗ്ലാദേശിലുമായിട്ട് അണ്ടർഗ്രൗണ്ട് ടണൽസ് ഒക്കെ ഉണ്ട്, പിന്നെ ഇത് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ അവർ ഡീൽ ഉറപ്പിക്കുകയാണ്. അപ്പോൾ ഖനാനാണെങ്കിൽ നമ്മൾ ഇത് 12 കോടിക്ക് ഡീൽ ഉറപ്പിച്ചിട്ട് ഇവർ ഈ ഡ്രഗ്സ് ഇന്ത്യയിൽ 150 കോടിക്ക് വിൽക്കും. ഇന്ത്യയിൽ നിന്നും ഡ്രഗ്സ് വാങ്ങാനെത്തി തന്റെ ഗസ്റ്റുകൾക്ക് ഒരു പാർട്ടി കൊടുക്കാനായിട്ട് ഹംസയുടെ വീട്ടിൽ വെച്ച് ഒരു പാർട്ടി നടത്തണമെന്ന് ഇക്ബാൽ ഹംസയോട് പറയാം. അങ്ങനെ പറഞ്ഞതുപോലെ ഹംസയുടെ വീട്ടിൽ വെച്ച് പാർട്ടി നടക്കുകയാണ്. അവിടെ വെച്ച് കുടിച്ച് പൂസായ പിണ്ട ഒരു പ്രതിമയെ നോക്കി സംസാരിക്കുന്നത് കണ്ടിട്ട് എലീനയാണെങ്കിൽ ഇവൻ തന്റെ മകനേക്കാൾ ബാക്കിയാണല്ലോ എന്ന് ഹംസയോട് പറയും. തുടർന്ന് SP-യും ഹംസയും ഒക്കെ കൂട്ടമായിട്ടിരുന്ന് സംസാരിക്കുകയാണ്. SP ആണെങ്കിൽ അവരോട് നാളെ ഉസൈർ തിരിച്ച് പാകിസ്ഥാനിലേക്ക് വരും, എന്നിട്ട് താൻ അവനെ കൊല്ലാൻ പ്ലാൻ ഇടുന്ന കാര്യം അവരോട് പറയാണ്. ഹംസ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. തുടർന്ന് പിണ്ടയാണെങ്കിൽ ഹംസയും കൂട്ടി റൂമിലേക്ക് പോവുകയാണ്. ഇത് ആലം ശ്രദ്ധിക്കുന്നുണ്ട്. റൂമിൽ വെച്ചിട്ടാണെങ്കിൽ പിണ്ട ഹംസയോട് നിനക്ക് നിന്റെ കുടുംബത്തെ മിസ് ചെയ്യുന്നില്ല എന്ന് ചോദിക്കുക. അപ്പോഴാണ് ഹംസയ്ക്ക് പിണ്ടയ്ക്ക് തന്നെ മനസ്സിലായി എന്ന കാര്യം മനസ്സിലായി. അവനാണെങ്കിൽ അമ്മയ്ക്കും ജസ്ലിനും ഒക്കെ സുഖാണോന്ന് പിണ്ടയോട് ചോദിക്കുകയാണ്. അപ്പോൾ പിണ്ടയാണെങ്കിൽ അവർക്ക് സുഖം തന്നെയാണ്, ജസ്ലിന് 2 കുട്ടികളുണ്ട് എന്ന കാര്യമൊക്കെ പറയാണ്. തുടർന്ന് ഹംസയാണെങ്കിൽ അവനോട് നീ എത്ര വലിയ തെറ്റാണ് ചെയ്യുന്നത്, എങ്ങനെയെങ്കിലും ഈ ഡ്രഗ് ഡീലിംഗിൽ നിന്നും ഒഴിവാവാനായിട്ട് പിണ്ടയോട് പറയാണ്. പക്ഷെ അടിച്ച് പൂസായ പിണ്ടയ്ക്ക് ഹംസ ഒരു പ്രേതത്തെ പോലെ തോന്നുകയാണ്. അങ്ങനെ പിണ്ട അവനെ ആക്രമിക്കുകയും തടുക്കുന്നതിനിടെ ഹംസ അറിയാതെ അബദ്ധവശാൽ പിണ്ടയെ കൊല്ലുകയാണ്. തന്റെ കൈകൊണ്ട് തന്റെ സുഹൃത്ത് മരിച്ചത് താങ്ങാനാവാതെ ഹംസ പാർട്ടിയിലേക്ക് പോയിട്ട് ഒരുപാട് വെള്ളം അടിക്കുക. അങ്ങനെ പിണ്ട മരിച്ച വിവരം എല്ലാവരും അറിയുകയാണ്. ആലമാണെങ്കിൽ താനാണ് പിണ്ടയെ കൊന്നത് എന്ന് പറഞ്ഞിട്ട് കുറ്റം ഏറ്റെടുക്കുകയാണ്. ഹംസ ആണെങ്കിൽ തന്റെ വീട്ടിൽ വെച്ച് തന്റെ ഗസ്റ്റിനെ കൊന്നു കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആലമിനെ വെടിവെച്ച് കൊല്ലുകയാണ്. ഹംസയുടെ ഈ പെരുമാറ്റം കണ്ടിട്ട് എലീനയ്ക്കും SP-ക്കും സംശയം വരുന്നു. പിന്നീട് ഹംസ ആണെങ്കിൽ തനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട താൻ എത്രയോ സ്നേഹിക്കുന്ന 2 പേരെ കൊന്ന സങ്കടത്തിൽ ആലം ഭായിയുടെ ഷോപ്പിലേക്ക് പോവുകയാണ്. അവിടെ വെച്ച് അവൻ നടന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. ഹംസയുടെയും പിണ്ടയുടെയും പിറകെ പോയ ആലം ഭായി ആണെങ്കിൽ ഹംസ പിണ്ടയെ കൊന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഹംസ ആണെങ്കിൽ താൻ അബദ്ധവശാൽ പിണ്ടയെ കൊന്നതാണെന്ന് പറയാണ്. അപ്പോൾ ആലമാണെങ്കിൽ നീ പേടിക്കണ്ട, തെറ്റ് മുഴുവൻ ഞാൻ ഏറ്റെടുത്തോളാം, നീ ഈ മിഷൻ പൂർത്തിയാക്കണം, ഇത്രയൊക്കെ എത്തിച്ചത് നീയാണ്, നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഇതെങ്കിലും എനിക്ക് ചെയ്യണം. അവസാനം ഗതി കേട്ട് ഹംസ ആലമിനെ കൊല്ലുകയാണ്. ഇതൊക്കെ ആലോചിച്ച് ഹംസ ആക്കി പൊട്ടിക്കരയുകയാണ്. തുടർന്ന് SP ആണെങ്കിൽ ഹംസയെയും ആ ആലം ഭായിനെയും സംശയമുണ്ട് അവരുടെ ജ്യൂസ് ഷോപ്പ് ഒന്ന് പരിശോധിക്കാനായിട്ട് പറയുകയാണ്. എലീനയ്ക്കും ഇതൊക്കെ കേട്ട് ആകെ സംശയം വന്ന് അവസാനം ഹംസയുടെ ഡയറി കണ്ടുപിടിക്കുകയാണ്. ആ ഡയറിയിലാണെങ്കിൽ അവൻ റഹ്മാനെ കൊന്നതും പ്ലാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. അങ്ങനെ എലീനയ്ക്ക് ഹംസ ഒരു ഇന്ത്യൻ ഏജന്റ് ആണെന്ന കാര്യം മനസ്സിലായി. വീട്ടിലെത്തിയ ഹംസയോട് എലീന തോക്കും ചൂണ്ടിക്കൊണ്ട് കാരനോട് നിങ്ങൾ ഒരു ഇന്ത്യൻ ഏജന്റ് അല്ലേ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് അവളാണെങ്കിൽ എന്നോട് എന്തിനാണ് ഇത് ചെയ്തത്, എന്നെ കൊന്നുകള, എന്റെ രാജ്യത്തെ എതിർക്കുന്ന ഒരാളോട് എനിക്ക് ജീവിക്കേണ്ട, എന്നെ കൊന്നുകള എന്ന് പറഞ്ഞിട്ട് എലീന കരയുകയാണ്. ഇതൊക്കെ കേട്ട് ആകെ തളർന്നുപോയ ഹംസയാണെങ്കിൽ അഹമ്മദാബാദ് ബ്ലാസ്റ്റ് 54 ആൾക്കാർ മരിച്ചു. എല്ലാ തീവ്രവാദികളും അവരുടെ ആക്രമണവും തുടർന്ന് പാവപ്പെട്ട ജനങ്ങൾ മരിച്ച എല്ലാ കണക്കുകളും എലീനയോട് പറഞ്ഞു കൊടുക്കുക. എത്ര ഇന്നസെന്റ് ആയ ജനങ്ങളെയാണ് ഇവർ കൊന്നുകളഞ്ഞത്. ഞാൻ നിന്റെ രാജ്യത്തിനെതിരെ അല്ല പോരാടുന്നത്,
നിന്റെ രാജ്യത്തിലുള്ള തീവ്രവാദികൾക്കെതിരെയാണ് പോരാടുന്നത്. ഇവർ കാരണം നിന്റെ പാകിസ്ഥാനിൽ തന്നെ എത്ര പേർ മരിച്ചെന്നറിയോ? ഹസാര കമ്മ്യൂണിറ്റിയിൽപ്പെട്ട 520 ആൾക്കാർ കഴിഞ്ഞ 5 കൊല്ലമായി ഇവർ കാരണം കൊല്ലപ്പെട്ടു. നിഷ്കളങ്കരായ ബലൂച്ച് ബോയ്സിനെ ഇവർ വെറുതെ കൊന്നുകളയും. ഈ ആൾക്കാരൊക്കെ പാകിസ്ഥാന് തന്നെ ഭീഷണിയാണ്. തുടർന്ന് ഹംസ ആണെങ്കിൽ താൻ ഇത്രയും എത്തി, ഞാനിത് തുടർന്ന് പോകും, എന്നോട് മാപ്പാക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് യെലീനയോട് കരഞ്ഞ് അപേക്ഷിക്കുകയാണ്. അപ്പോൾ യെലീന ആണെങ്കിൽ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, എന്റെ മകനൊന്നും പറ്റാൻ പാടില്ലെന്ന് പറയാണ്.